എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കേന്ദ്രീയ വിദ്യാലയ 83-ല്. ആ പയ്യൻ്റെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അപ്പോൾ ഫസ്റ്റ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. KV ജിപ്മർ പോണ്ടിച്ചേരി. ഒരു സ്റ്റുഡൻറ്റ് ആദ്യത്തെ ഇൻവിജിലേഷനാണ് ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നത്. പരീക്ഷ ടൈമിൽ ഇവൻ ബിറ്റ് എഴുതി പിടിച്ചു. മനസ്സിലായി എനിക്ക്. അപ്പം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്കൂളിലും, അതും ജിപ്മർ ക്യാമ്പസിൻ്റെ അകത്തുള്ള കേന്ദ്ര വിദ്യാലയം. ഞാൻ ഇൻഫർമേഷൻസ് കൊടുത്തു. ഇൻവിജിലേറ്റർ എന്നുള്ള ലെവലിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രിൻസിപ്പളോട് അറിയിക്കണം. പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ രാജു വിത്തിൻ സെക്കൻഡ്സ് വന്നപ്പോഴത്തേക്കും ഒരു തെറ്റ് ഞാൻ ചെയ്തത്, ആ ബിറ്റിനെ എടുത്ത് വെച്ചില്ല. ഇവൻ കൂളായിട്ട് അത് വായിലിട്ട് അങ്ങ് ഇറക്കി. എൻ്റെ ഫസ്റ്റ് ഇയർ ആണ്. തെളിവ് നശിപ്പിച്ചു. അല്ല, അത് രണ്ടാമത്തെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. അതിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പ്രൂഫായിട്ട് കൊടുക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. വളരെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സാർ വന്ന് ചോദിച്ചു, എവിടെ മാഡം? ഇല്ല, അവരത് തിന്നുപോയി. അപ്പം എൻ്റെ അടുത്ത് വാൺ ചെയ്തിട്ട് പോയി, ഇങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചോളൂ എന്നിട്ട്. അപ്പം ഐ ലേൺഡ് എ ലെസൺ ദെയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ വിളിച്ചു, സംസാരിച്ചു, മോനെ എന്താ പ്രശ്നം വീട്ടിലത്തെ. അപ്പം എനിക്ക് ആ കുട്ടിയോട് വിഷമം തോന്നി. എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ഇത് ചെയ്യില്ലല്ലോ. പിന്നെ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി സ്കൂളിൽ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഹാബിറ്റ്സ് നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഈ മാർക്കില്ല, ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ടെർമിനൽസ് ഒന്നും അല്ലല്ലോ, കുഴപ്പമില്ല മക്കളെ, ഇനിയും നമുക്ക് സമയമുണ്ടെന്ന് പറഞ്ഞ് അവനെ സ്മൂത്തായിട്ട് സംസാരിച്ച് പിന്നെ റിട്ടയർമെന്റ് വരെ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. റാപ്പോ കിട്ടണം. അതെ, അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ്, മിസ്സേ ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ, അതിന്റെ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ അവന് ലൈഫിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നില്ല. അപ്പോഴും മെന്ററാണോ ടീച്ചറാണോ അല്ല അവൻ്റെ ഫ്രണ്ടാണോ എനിക്കിതൊന്നും അറിയില്ല. ബട്ട് ഈവൻ നൗ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ, ആൾക്കാരുടെ കൂടെ എൻജോയ് ചെയ്ത് ഞാൻ സംസാരിച്ച് പോകുമ്പോൾ ഐ ഗെറ്റ് എ ഹാപ്പിനെസ് മനസ്സിൽ.